ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പറകളുടെ മുകളിൽ ഗ്ലാസ് ഇടുന്നതാണ്. അപ്പോൾ പറകളുടെ മുകളിൽ ഗ്ലാസ് ഇടാനായിട്ട് കോൺട്രാക്ടർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ആ ലേബറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് എങ്ങനെയാണ് ഗ്ലാസ് ഇടേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഏത് ഭാഗത്താണ് തള്ളേണ്ടത് എന്നുള്ളത്. അപ്പം തെക്കും വടക്കും, അപ്പോൾ തെക്ക് വശമാണ് ഇപ്പോൾ ആൾ നിൽക്കുന്ന ഭാഗം. അപ്പോൾ തെക്ക് വശത്തേക്ക് നമുക്ക് അധികം ട്രാഫിക്ക് വരാതെ 1 ഇഞ്ച് തള്ളി അത് ബാക്കിയുള്ളത് നമ്മൾ വടക്ക് വശത്തോട് തള്ളുവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ അഥവാ മഴയൊക്കെ പെയ്തല്ലേ കരിയിലൊക്കെ ഇട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ വൃത്തിയാക്കാനുള്ള പാകത്തിനാണ് നമ്മൾ തെക്ക് വശത്തോട് 1 ഇഞ്ച് തള്ളുന്നത്. വടക്ക് വശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി തള്ളിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 4 സൈഡിലും നല്ല വൃത്തിയായിട്ട് നമ്മൾ സിലിക്കോൺ ജെല്ല്, നമ്മുടെ 388 ഫോർമുല സിലിക്കോണാണ് ഉപയോഗിക്കുന്നത്, അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത്, ഇപ്പോൾ 2 പാളി ഗ്ലാസ് ആയതുകൊണ്ട് നടുഭാഗത്തും അപ്ലൈ ചെയ്ത് നല്ല വൃത്തിയായിട്ട് 1 ഇഞ്ച് പോലും നമുക്ക് എന്താ പറയുക അത് ഗ്യാപ്പ് വരാതെ ഫുള്ളി ഫില്ല് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫുള്ളി ഫില്ലെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ് ക്യാച്ചറൊക്കെ എടുത്ത് മറ്റേ ഗ്ലാസ് പിടിച്ച് സ്വിസ്റ്റൻ്റെ ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. സ്വിസ്റ്റൻ്റെ ടഫ് ആൻഡ് ഗ്ലാസ് നമ്മൾ എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ 4 സൈഡിലും അപ്പോൾ നമുക്കിതൊക്കെ ഒരു ജിജ്ഞാസ ഉണ്ടാവും, വീട് വെക്കുന്നവർക്കായിരിക്കും കൂടുതലും ഉണ്ടാവുക, ഇതൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. വളരെ ഈസിയാണ്, 4 പേര് മതി. അതുപോലെ തന്നെ ഗ്ലാസ് ക്യാച്ചർ ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കാനും പിടിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നോക്കി ഗ്ലാസ് ക്യാച്ചറൊക്കെ വെച്ച് നമ്മളത് പിടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ 3 സൈഡിലും നമ്മൾ ഫുള്ള് സിലിക്കോൺ ജെൽ ഇടുവാണ്. അപ്പോൾ ടോട്ടലി എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ 4 സൈഡിലും സിലിക്കോൺ ജെല്ലിട്ട് നടുഭാഗത്തും സിലിക്കോൺ ജെല്ലിട്ട് ഫുള്ളി ഫിൽ ഔട്ട് ചെയ്യുവാണ്. അപ്പോൾ 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇത് കട്ട് ചെയ്യാനായിട്ട്. പിന്നെ തന്നെയല്ല നമ്മുടെ ഇതിന് 1.25 അടിയോളം നമുക്ക് സ്ലോപ്പ് ഉള്ളതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കത്തുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് സീ സൂൺ. ഓക്കെ, ബൈ.